എറണാകുളത്തെ നഗരത്തിരക്കുകളിൽ നിന്നും മാറി ഒരല്പം യാത്ര ചെയ്താൽ പ്രകൃതി ഒരുക്കുന്ന വല്ലാത്ത വിസ്മയം നിങ്ങൾക്ക് കാണാം. കഥയും ചരിത്രവും ഐതിഹ്യവും ഇടകലർന്ന് കിടക്കുന്ന ഒരു നല്ല പ്രദേശം. പച്ചപ്പും ജീവജന്തുജാലങ്ങളും ചേർന്നൊരു ജൈവിക കലവറയാണ് ഈ പ്രദേശം. കണ്ടു നോക്കൂ. കാട് കടന്നൊരു കാവിലേക്കാണ് ചരിത്രവും ഐതിഹ്യവും ഇടകലർന്ന ഇരിങ്ങോൾ. പെരുമ്പാവൂരിൽ നിന്ന് 3 കിലോമീറ്റർ യാത്ര നടത്തിയാൽ ഇരിങ്ങോളിലെത്താം. പ്രകൃതിയുടെ പച്ചപ്പാണ് ചുറ്റും. വള്ളിപ്പടർപ്പുകൾ, ആകാശത്തോളം തല ഉയർത്തി നിൽക്കുന്ന വൃക്ഷങ്ങൾ, മരങ്ങളൊരുക്കുന്ന മൺവഴികളിലൂടെയാണ് യാത്ര. വലിയ കൽപ്പടവുകൾ, പാലയും കരിമ്പനയും കൂവളവും ആഞ്ഞിലിയും തേക്കുമൊക്കെയുണ്ട് കാവിൽ. വീശിയടിക്കുന്ന കാറ്റുപോലും കാവിലെത്തുന്നത് ഇളം തെന്നലായി. ഇടയ്ക്കെപ്പോഴോ വീശുന്ന ചെറുകാറ്റത്ത് മരങ്ങൾ പരസ്പരം മിണ്ടുന്നുണ്ടാകാം. ഒരുപക്ഷെ കാവ് തേടിയെത്തിയ മനുഷ്യരെക്കുറിച്ചാകാം. കാടിനെ അറിഞ്ഞു വേണം അമ്പലമുറ്റത്തെത്താൻ. കൃഷ്ണസോദരിയാണ് ദേവിയെന്ന് സങ്കല്പം. 8ാമത്തെ പുത്രനായിട്ട് ജനിക്കേണ്ടത് പെൺകുഞ്ഞാന്ന് പറഞ്ഞ് കിങ്കരന്മാർ കംസനെ അറിയിക്കുന്ന സമയത്ത് അദ്ദേഹം വരികയും പെൺകുഞ്ഞ അതിനെ കൊല്ലാൻ വേണ്ടി ആകാശത്തേക്ക് ഉയർത്തുന്നൊരു സമയത്ത് ആ ദേവി ശക്തിയായിട്ട് മാറി ഒരു ശക്തി ഇവിടെ ഇരിങ്ങോളം നിലകൊണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇരുന്നവൾ പറഞ്ഞ് ഇരിങ്ങോളായതാണ്. കാവിലെ ദേവിക്ക് കാവലിരിക്കുന്നതാണ് ചുറ്റുമുള്ള മരങ്ങളെന്നാണ് വിശ്വാസം. മരങ്ങളേറെയുണ്ടെങ്കിലും പേരിനു പോലും പ്രദേശത്ത് മണമുള്ളൊരു പൂവില്ല എന്നത് കൗതുകം. പിന്നെ ഇവിടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. ദേവി കന്യക എന്നാണ് സങ്കല്പം. ശ്രീകൃഷ്ണൻ്റെ പെങ്ങളാണ് കന്യക എന്ന സങ്കല്പം. അപ്പോൾ ഇവിടെ കല്യാണമൊന്നും നടത്തില്ല, ദേവി കന്യക ആയതുകൊണ്ട് കല്യാണം. പിന്നെ ഇവിടെ ചെത്തിയും തുളസി താമര അങ്ങനെ സുഗന്ധ പുഷ്പങ്ങളൊന്നും ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കില്ല. കാവിനോട് ചേർന്നൊരു കൽക്കുളമുണ്ട്. മീനുകൾ വിഹരിക്കുന്ന കുളത്തിൽ മറ്റാർക്കും പ്രവേശനമില്ല. പ്രാണികൾ ഇര തേടിയിടയ്ക്ക് പുറത്തിറങ്ങും. 50 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന കാവ് എണ്ണമറ്റ പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളുമൊക്കെയായി ഒരു ജൈവ കലവറയാണിവിടം. മധ്യകേരളത്തിലെ ഏറ്റവും വലിയ കാവെന്ന പ്രസിദ്ധിയും ഇരിങ്ങോളിനുണ്ട്. ക്യാമറാമാൻ മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം വിനീത VG 24. താങ്ക് യു വിനീത.